വാർത്തകളിലേക്ക് വിശദമായി. കാബൂളിൽ നിന്ന് 2 വിമാനങ്ങളിലായി ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിച്ചു. 220 ഇന്ത്യക്കാരെയാണ് എത്തിച്ചത്. രക്ഷാദൌത്യം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. कैमरा पकड़ना, वीडियो बना लेना उनका अभी। കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, 2 വിമാനങ്ങളിലായി 220 പേരെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ മലയാളികളുണ്ടോ? കൂടുതൽ പേർ ഇങ്ങോട്ട് മടങ്ങാൻ ഒരുങ്ങുകയാണോ? അതിനുള്ള സംവിധാനങ്ങൾ ഇനി തടസ്സമില്ലാതെ നടക്കുമോ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 220 ഇന്ത്യക്കാരെ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ ഒഴിപ്പിച്ചിട്ടുള്ളത്. കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് 2 വിമാനങ്ങളിലായാണ് ഈ 220 പേർ എത്തിയിട്ടുള്ളത്. വിമാനങ്ങൾ അല്പസമയം മുമ്പ് അടക്കം ആണ് എത്തിയത്. ദോഹ വഴിയാണ് ഒരു വിമാനം എത്തിയത്. എയർ ഇന്ത്യ വിമാനത്തിൽ, ദോഹ വഴി എത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ 135 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു വിമാനം തജിക്കിസ്ഥാൻ വഴിയാണ് എത്തിയത്. വ്യോമസേന വിമാനത്താവളത്തിൽ ആണ് എത്തിയത്. ഈ വിമാനം 87 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. അമേരിക്ക ആണ് ഇത്തരം ഒഴിപ്പിക്കൽ നടപടികൾക്ക് ഇന്ത്യയെ സഹായിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യമായ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതായത് നേരത്തെ വ്യോമസേന വിമാനത്തിൽ കാബൂളിൽ നിന്ന് ആളുകളെ മാറ്റിയതിനു ശേഷമാണോ എയർ ഇന്ത്യ വിമാനത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന കാര്യത്തിലടക്കം ചില സംശയങ്ങളുണ്ട്. അതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യ മുഴുവൻ പൗരന്മാരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയും പ്രത്യേക അഫ്ഗാനിസ്ഥാൻ സെല്ലടക്കം രൂപീകരിക്കുകയും ചെയ്തു. വിദേശകാര്യ വക്താവ് ഏതെങ്കിലും ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സെല്ലുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സിഖ് ഹിന്ദു മതവിഭാഗങ്ങളിൽപ്പെട്ട അഫ്ഗാൻ സ്വദേശികളെയും ആവശ്യമെങ്കിൽ ഒരു ഇടത്താവളം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രേണുക, ഇനിയും ഈ ഇവാക്വേഷൻ നടപടികൾ അത്ര സുഗമമായി മുന്നോട്ട് പോകും എന്ന് വിലയിരുത്താനാവില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ 150ഓളം ഇന്ത്യക്കാരെ താലിബാൻ തടഞ്ഞു വെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇന്ത്യക്കാരെ ഉപദ്രവിക്കരുത് എന്നും അവരെ കൃത്യമായി ഒഴിപ്പിക്കുവാൻ നടപടികൾ നടത്തണം എന്നുമുള്ള വാക്ചാനൽ ചർച്ചകളിലൂടെ താലിബാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും സുരക്ഷിതമായി എത്തിക്കാനാകും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. താലിബാനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ. ഭീകരരുമായി ചർച്ചയ്ക്കില്ലെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞു. അഫ്ഗാൻ വിടാൻ ശ്രമിക്കുന്നവരുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി താലിബാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ അവരെ അംഗീകരിച്ചതായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ലെന്നും കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ പറഞ്ഞു. അതിനിടെ കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് എത്തുന്ന പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്ക. വിമാനത്താവളത്തിന് പുറത്ത് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും കനത്ത ജാഗ്രത പുലർത്തണമെന്നും US അറിയിച്ചു. ഇന്നലെ മാത്രം 17,000 പേരെയാണ് US നിയന്ത്രണത്തിലുള്ള കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് അഫ്ഗാന് പുറത്തെത്തിച്ചത്. ഇതിൽ 2,500-ലധികം പേർ US പൌരന്മാരാണ്. സംസ്ഥാനത്ത് ഇന്ന് വാരാന്ത്യ ലോക്ക്ഡൌൺ ഇല്ല. 3ാം ഓണത്തെ തുടർന്നാണ് ഇന്നത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത്. സ്വാതന്ത്ര്യദിനത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയും വാരാന്ത്യ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും 17% മുകളിലെത്തിയത് ആശങ്കയുയർത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുയിടങ്ങളിലെയും മാർക്കറ്റുകളിലെയും തിരക്ക് ഒഴിവാക്കാൻ പോലീസ് പരിശോധന ശക്തമാക്കും. തമിഴ്നാട്ടിൽ കൂടുതൽ ഇളവുകളോടെ ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. നാളെ മുതൽ തിയേറ്ററുകൾ തുറക്കാം. സാമൂഹിക അകലം പാലിച്ച് ഒന്നിടവിട്ട സീറ്റുകളിൽ മാത്രമേ ആളുകളെ അനുവദിക്കൂ. ബീച്ചുകളിലും പാർക്കുകളിലും പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കും. ആന്ധ്രാപ്രദേശിലേക്കും കർണാടകത്തിലേക്കുമുള്ള ബസ് സർവീസുകൾ പുനരാരംഭിക്കും. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ അടുത്ത മാസം 1 മുതൽ തുറക്കാനും തീരുമാനമായി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഡൽഹിയിൽ കടകൾക്കും മാർക്കറ്റുകൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നാളെ മുതൽ ഒഴിവാക്കി. രാത്രി 8 മണിവരെയാണ് മാർക്കറ്റുകൾ തുറക്കാൻ അനുവദിച്ചിരുന്നത്. കോവിഡ് കേസുകൾ കുറഞ്ഞതിനാൽ നാളെ മുതൽ സമയപരിധി നീക്കം ചെയ്യും. വ്യാപാര സ്ഥാപനങ്ങൾക്ക് സാധാരണ സമയം പോലെ പ്രവർത്തിക്കാനാകും. ഡൽഹിയിൽ ആഴ്ചകളായി കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ നീക്കിയത്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ കല്യാൺ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ. UPയിൽ 3 ദിവസത്തെ ദുഃഖാചരണം തുടരുകയാണ്. ഉത്തർപ്രദേശിൽ BJPയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച കല്യാൺ സിംഗ് ആയിരുന്നു ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ UP മുഖ്യമന്ത്രി.
ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇന്നലെ രാത്രിയായിരുന്നു കല്യാൺ സിംഗിന്റെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് കല്യാൺ സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തത്തിലെ അണുബാധയെയും ഓർമ്മക്കുറവിനെയും തുടർന്ന് ജൂലൈ 4-നാണ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കല്യാൺ സിംഗിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വഷളാവുകയായിരുന്നു. 2 തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും 2014 മുതൽ 2019 വരെ രാജസ്ഥാൻ ഗവർണറായും കല്യാൺ സിംഗ് പ്രവർത്തിച്ചിരുന്നു. 1991-ലാണ് കല്യാൺ സിംഗ് ആദ്യമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. 1992-ൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി. 1997-ൽ വീണ്ടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദത്തിൽ എത്തി. 1999-ൽ BJP വിട്ട കല്യാൺ സിംഗ് 2004-ൽ പാർട്ടിയിൽ തിരിച്ചെത്തി. 2004-ൽ ബുലന്ദ്ഷഹറിൽ നിന്ന് BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 2009-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP വിട്ട കല്യാൺ സിംഗ് 2014-ലാണ് BJPയിൽ തിരിച്ചെത്തിയത്. കല്യാൺ സിംഗിന്റെ മരണത്തെ തുടർന്ന് UPയിൽ 3 ദിവസത്തെ ദുഃഖാചരണം തുടരുകയാണ്. നാളെ വൈകിട്ട് ഗംഗാതീരത്ത് അന്തിമകർമ്മങ്ങൾ നിർവഹിക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. കേന്ദ്ര ഭരണം എന്ന സ്വപ്നത്തിലേക്ക് BJPയെ നയിച്ച നേതാക്കളിൽ മുൻനിരക്കാരൻ എന്നായിരിക്കും കല്യാൺ സിംഗ് വിശേഷിപ്പിക്കപ്പെടുക. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസ്, SP, BSP എന്നിവയെ മറികടന്ന് മുന്നിലെത്താൻ BJPക്ക് സഹായകമായത് കല്യാൺ സിംഗിന്റെ തന്ത്രങ്ങളായിരുന്നു. മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരയും രാജീവുമൊക്കെ ജനിച്ചു വളർന്ന UP. ഖദറുടുത്തവർക്ക് പിന്നാലെയും ചൗധരി ചരൺ സിംഗിന്റെ സോഷ്യലിസ്റ്റ് നയങ്ങൾക്ക് പിന്നാലെയും മാത്രം പോയിരുന്ന ജനതയുടെ നാട്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയത് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിൽ ഒന്നായിരിക്കും കല്യാൺ സിംഗ് എന്ന പേര്. 1991 ജൂൺ 24-ന് ആരംഭിച്ച കല്യാൺ സിംഗിന്റെ ഭരണമാണ് രാജ്യത്തു തന്നെ BJPയുടെ വിലാസം ഉറപ്പിച്ചത്. കല്യാൺ സിംഗ് സർക്കാർ പിരിച്ചുവിടപ്പെട്ടത് 1992 ഡിസംബർ 6-ന്. ആ തീയതിയും ചരിത്രത്തിലേക്ക് എക്കാലത്തേക്കുമായി എഴുതി ചേർക്കപ്പെട്ടു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം. കല്യാൺ സിംഗ് ഒരിക്കലും ഒന്നും മറച്ചുവെച്ചില്ല. മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യമെത്തിയത് അയോധ്യയിൽ. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ജനസാഗരത്തെ സാക്ഷി നിർത്തി 1991 തന്നെ പ്രഖ്യാപിച്ചു. അദ്വാനിയുടെ രഥയാത്ര എത്തും മുൻപേ സൗകര്യങ്ങളെല്ലാം ഒരുക്കി. ആരോപണങ്ങളൊന്നും കോടതിയിൽ നിഷേധിച്ചുമില്ല. SP-യും BSP-യും കൊടിപാറിച്ച നാട്ടിൽ ഒപ്പത്തിനൊപ്പം BJPയെ നിർത്തിയത് കല്യാൺ സിംഗിന്റെ കൂസലില്ലായ്മ കൂടിയാണ്. 1997-ൽ മുഖ്യമന്ത്രിയായ 2ാം ടേമിലും 5 ആണ്ട് തികയ്ക്കാൻ കഴിയാതെ കല്യാൺ സിംഗ് പടിയിറങ്ങി. പിന്നെ BJP നേതൃത്വമായി കലഹത്തിന്റെ കാലം. ഒടുവിൽ ജനക്രാന്തി പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്കുള്ള പോരാട്ടം. അദ്വാനിക്കും ഉമാഭാരതിക്കുമൊപ്പം അയോധ്യ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ വീണ്ടും BJP നേതൃത്വമായി എടുത്തു. അങ്ങനെയാണ് രാജസ്ഥാൻ ഗവർണർ പദവിയിലേക്ക് എത്തുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷഭരിതമായ രാഷ്ട്രീയത്തിന് ശേഷമാണ് കല്യാൺ സിംഗിന്റെ മടക്കം. മടങ്ങുന്നത് കുറ്റവിമുക്തനാക്കപ്പെട്ട കല്യാൺ സിംഗ് ആണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്ന് വാരാന്ത്യ ലോക്ക്ഡൌൺ ഇല്ല. 3ാം ഓണത്തെ തുടർന്നാണ് ഇന്നത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും 17% മുകളിലെത്തിയത് ആശങ്ക ഉയർത്തുകയാണ്. തിരക്ക് ഒഴിവാക്കാൻ പോലീസ് പരിശോധന ശക്തമാക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വളരെ മുൻപ് തുടങ്ങിയ ഓണമൊരുക്കങ്ങളുടെ കണക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓണത്തോടടുത്ത ദിവസങ്ങളിലെ കണക്ക് വരും ദിവസങ്ങളിൽ അപ്പോൾ ഉയരുമെന്ന ഒരു സൂചന കൂടിയാണ് ഇത്. പോലീസ് പരിശോധനകളും നിയന്ത്രണങ്ങളും ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കടകളിൽ ഉൾപ്പെടെ കയറുന്നതിന് കൂടുതൽ സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ നിലവിലുള്ള സമയമാണ്. എങ്ങനെയാണ് പോലീസ് പരിശോധന ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായി കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതും മാസ്ക് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഇതിൽ വിട്ടുവീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനാണ് നിർദ്ദേശം. ആ കടകളിൽ ഓരോ കടകൾക്ക് അകത്തും പ്രവേശിക്കുന്നതിന് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ കടയുടെ സ്ഥലപരിമിതി വെച്ചിട്ട് എണ്ണം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി കടയിൽ പോലീസ് എത്തി കൃത്യമായ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ആ രജിസ്റ്റർ പരിശോധിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ആശങ്കപ്പെടുത്തുന്നത്
TPRന്റെ ഓരോ ദിവസവും ഉയർന്നു പോകുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 17-ന് മുകളിൽ, ഇന്നലെ 17-ന് മുകളിലെത്തിയിരുന്നു. അതിന് തൊട്ട് മുൻപത്തെ ദിവസം 17-നടുത്ത്, അതായത് 16.94 ആയി ഉയർന്നിരുന്നു. സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം ഉയരും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ കണക്ക് കൂട്ടൽ. പക്ഷേ കഴിഞ്ഞ ഓണക്കാലത്തേതുപോലെ കഴിഞ്ഞ ഓണക്കാലത്തിന് മുൻപ് 2000 ആയിരുന്ന കേസുകൾ ഓണക്കാലത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതോടുകൂടിയായിരുന്നു ഉയർന്നു വന്നത്. അതും ഒക്ടോബർ ആയതോടുകൂടി 11,000-ന് മുകളിൽ കോവിഡ് കേസുകൾ പോയിരുന്നു. അതായത് ഏകദേശം 6 മടങ്ങോളം കോവിഡ് കേസുകൾ ഓണക്കാലത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ ഒരു ഉയർച്ച ഈ ഓണക്കാലം കഴിയുമ്പോഴും ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ് TPR ഉയർന്നു നിൽക്കുന്നത് നമുക്ക് നൽകുന്നത്. കൂടാതെ സംസ്ഥാനങ്ങൾക്ക് കോവിഡ് കേസുകൾ ഉയരുന്നുവെങ്കിലും ചില ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കൂടുതൽ പേർ ചികിത്സയിലുണ്ട്. ഓരോ ദിവസവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. അതുകൂടാതെ ആശുപത്രി കപ്പാസിറ്റി മലപ്പുറം ജില്ലയിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഉയരുകയാണ്. 75% ആശുപത്രി കിടക്കകളും മലപ്പുറം ജില്ലയിൽ നിറഞ്ഞു കഴിഞ്ഞു. മറ്റ് ജില്ലകളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ 73% കിടക്കകൾ നിറഞ്ഞു കഴിഞ്ഞു. പാലക്കാട് 66.3, കോഴിക്കോട് 56% കിടക്കകളാണ് നിറഞ്ഞ അവസ്ഥയിലുള്ളത്. കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ 40% കിടക്കകൾ നിറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിൽ കോവിഡ് കേസുകൾ ഉയരുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലപ്പുറം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ. കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ബോധവൽക്കരിച്ച് പ്രയാണം തുടരുകയാണ് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ഗാഡി. ബോധവൽക്കരണത്തോടൊപ്പം പലയിടങ്ങളിലും വാക്സിനേഷൻ ക്യാമ്പുകളും ഒരുക്കി. ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ പ്രത്യേക വാഹനം തന്നെ സജ്ജീകരിച്ചാണ് ക്യാമ്പയിൻ തുടരുന്നത്. സഞ്ജീവനി ഗാഡി വരുന്നതറിഞ്ഞ് രാവിലെ തന്നെ നിരവധി പേരാണ് മധ്യപ്രദേശിലെ ധെസ്ലെ ഗ്രാമത്തിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തിയത്. പലരും രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതിനാൽ അതുവരെ വാക്സിൻ എടുക്കാത്തവരായിരുന്നു. ഓരോരുത്തരെയും സഞ്ജീവനി ടീം രജിസ്റ്റർ ചെയ്ത് വാക്സിനേഷനുള്ള സൗകര്യവും ഒരുക്കി. यहाँ पे संजीवनी की मुहिम चल रही है. मैंने टीका लगवाया. मैं खुश हूँ क्योंकि यहाँ पे तीसरी लहर भी आ सकती है, इसलिए सभी को टीका लगवाना चाहिए. ജനങ്ങളെ വാക്സിനേഷനെ കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനപ്പുറം എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കി എന്നുറപ്പാക്കുക കൂടി ചെയ്യുന്നുണ്ട് സഞ്ജീവനി ക്യാമ്പയിൻ. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പലയിടങ്ങളിലും വാഹനവും ഒരുക്കി. ക്യാമ്പുകളിലേക്ക് ബസ്സുകളിലാണ് ജനങ്ങളെ എത്തിച്ചത്. मुझे यहाँ पर संजीवनी की तरफ से वो लेके आए हैं, गाड़ी में बैठाकर लेके आए हैं और मेरे भैया भी आए मेरे साथ में. हम दोनों भाई बहन आए हैं और बाकी जो हमारे घर के सदस्य थे उन्होंने लगवा लिया है. हम दोनों भाई बहन ही रह गए थे, इसलिए हम यहाँ पे लगवाने के लिए आए हैं. യാത്രാ സൗകര്യമില്ലാത്തതും ചെലവുമെല്ലാം കാരണം വാക്സിനേഷനോട് വിമുഖത കാട്ടിയവരും സഞ്ജീവനി ക്യാമ്പയിൻ വഴി വാക്സിൻ സ്വീകരിച്ചു. വാക്സിൻ എടുക്കുന്നതിൽ ആർക്കും തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തിലാണ് संजीवनी कैंपेन राज्यमागे जीवन के वेलिचमागुन्नद. एक बस के माध्यम से कहीं दूर जाना पड़े तो उनके लिए बहुत एक इम्पॉसिबल सा एक टास्क हो जाता है. फिर उसमें ज़्यादातर लोग सोच लेते हैं कि ठीक है नहीं करा रहे. संजीवनी टीम जो अपने पिछले 10 दिन से काम कर रही है, कम्युनिटी लेवल पे सपोर्ट कर रही है हर किसी को कि आप वैक्सीनेट करवा लीजिए, बेटर रहेगा फ्यूचर के लिए और अभी के लिए भी. ന്യൂസ് 18 ഇൻഡോർ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com വാർത്തകൾ തുടരുന്നു. ലക്ഷദ്വീപിൽ സർക്കാർ വക ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. തലമുറകളായി ദ്വീപ് നിവാസികൾ കൃഷിക്കും താമസത്തിനും ഉപയോഗിക്കുന്ന ഭൂമി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. ഉത്തരവിൽ വ്യക്തതയില്ലെന്നും ദ്വീപ് നിവാസികൾ പറയുന്നു. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ MSF പ്രസിഡന്റിനെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിനൊരുങ്ങുന്ന ഹരിത നേതാക്കൾ. MSF പ്രസിഡന്റ് PK നവാസ് 14 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ലീഗ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹരിത നേതാക്കളുടെ പരാതിക്ക് പിന്നിൽ MSF ദേശീയ പ്രസിഡന്റാണെന്ന വാദത്തിലൂന്നിയുള്ള വിശദീകരണമായിരിക്കും PK നവാസ് നൽകുക എന്നാണ് സൂചന. ഇടുക്കിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കർഷകരും കർഷക സംഘടനകളും രംഗത്ത്.
ഏലം സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പണപ്പിരിവ് നടത്തുന്നതായാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പുളിയൻമലയിൽ പിരിവ് നടത്തിയതിന് 2 വനംവകുപ്പ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തവണയും പുലികളി ഓൺലൈനിൽ തന്നെ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പുലികളി ഇത്തവണ തത്സമയം കാണാം. വിശേഷങ്ങളുമായി അയ്യന്തോൾ ദേശം ചേരുകയാണ്. ഓണനാളുകളിൽ തൃശ്ശൂരുകാരുടെ ഒരു ആവേശവും വികാരവുമാണ് പുലിക്കളി. കഴിഞ്ഞ തവണയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു പുലിക്കളി നടത്തിയിരുന്നത്. ഇത്തവണയും അതിന് തന്നെയാണ് അയ്യന്തോൾ ദേശം ഒരുങ്ങുന്നത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. അയ്യന്തോൾ ദേശത്തിന്റെ ഈ പുലിക്കളി ഇത്തവണ ലൈവായി സംപ്രേഷണം ചെയ്യുന്നത് ഫേസ്ബുക്കാണ്. ആദ്യമായാണ് ഫേസ്ബുക്ക് ഒരു ഇന്ത്യൻ കൾച്ചറൽ ആർട്ട് ഇതുപോലെ ഫേസ്ബുക്കിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്യുന്നത് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അയ്യന്തോൾ ദേശത്തിൻ്റെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. അവർ വലിയ ആവേശത്തിൽ തന്നെയാണ്. വലിയ സന്തോഷത്തിലാണല്ലോ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന പുലിക്കളി എന്ന് പറയുന്ന ഈ വലിയൊരു കലാരൂപത്തെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. എന്തായാലും ഇപ്രാവശ്യം ഫേസ്ബുക്കിൻ്റെ പേജിലൂടെ തന്നെ ലൈവ് പോവും എന്നുള്ളതിലാണ് ഞങ്ങളെല്ലാവരും സന്തോഷിച്ചിരിക്കുന്നത്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഈ ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടക്കുന്നത്? ഒരുപാട് എണ്ണം പുലികളെ അണിനിരത്താൻ നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ചും കോവിഡ് പ്രോട്ടോകോൾ ഇപ്പോഴും കർശനമായി പാലിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ വളരെ ചുരുക്കം എണ്ണം പുലികളെയാണ് നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കളിക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അവർ തന്നെ സാധാരണ അണിയുന്ന പുലി മാസ്കിന് പുറത്ത് ഒരു മാസ്ക് കൂടി അണിഞ്ഞ് ഗ്ലൗസ് അണിഞ്ഞ് കോവിഡ് പ്രതിരോധത്തിനുള്ളൊരു സന്ദേശം കൂടി പകരുന്ന രീതിയിലായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.